السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد. منزه عن الحلول والجهة والاتصال الانفصال والصفا. അള്ളാഹുവിന്റെ തൻസീഹാത്ത് തഖ്ദീസാത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുനസ്സഹുൻ എന്നതുമായ മുത്താന ഖബറ. ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആലയാവുന്നത് മുനസ്സഹുൻ എന്ന മുത്തഹറുൻ വിശുദ്ധമാക്കപ്പെട്ടവരാണ്. എന്തിനകത്ത്? അനിൽ ഹുലൂലി ഫിൽ അംകിനതി. അല്ലാഹു തആല ഏതെങ്കിലും ഒരു മക്കാനിൽ ഹുലൂല് ചെയ്യുന്നതിനെ തൊട്ട് മുഖദ്ദസായവരാണ്. ഒരു മക്കാനിൽ ഹുലൂല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അർശിൽ ആവുന്നു, അല്ലാഹു തആല ആകാശത്തിൽ ആവുന്നു. അഥവാ ആകാശം എന്ന് പറയുന്ന തലത്ത് അഥവാ ആ മക്കാനിൽ ഹുലൂല് ചെയ്തു, അല്ലെ അർശ് എന്ന് പറയുന്ന മക്കാനിൽ ഹുലൂല് ചെയ്തു. അപ്പൊ അല്ലാഹു തആലാക്ക് ഒരു സ്ഥലത്തിലേക്ക് ആവശ്യമുണ്ട് എന്നും ആ ആവശ്യത്തിൽ അല്ലാഹു തആല ഹുലൂൽ ചെയ്തിരിക്കുന്നു എന്നും. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഒരു ചായ പാരണമെങ്കിൽ ചായ പാരാൻ ഒരു പാത്രം വേണ്ടേ? ഒന്നിരിക്കൽ ഗ്ലാസ്സിൽ, അല്ലെങ്കിൽ കപ്പില്, അല്ലെങ്കിൽ പഴയ കാലത്തെ പിഞ്ഞാണത്തില്, ഇങ്ങനെയൊക്കെയല്ലേ ചായ പാരുക. അപ്പൊ ഈ ചായ ഈ ഗ്ലാസ്സില് അല്ലെങ്കിൽ ഈ കപ്പില് ഈ പിഞ്ഞാണത്തില് ഹുലു ചെയ്തു. ഒരു മക്കാനിൽ ഒരു മുത്തമക്കനായ വസ്തു മക്കാനെ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനിനെ തൊട്ടും മക്കാനെ തൊട്ടും മുഖദ്ദസാണ്. മക്കാനിലേക്ക് ഹാജത്തുണ്ടാകുക എന്ന് പറയുന്നതായാലും സമാനിലേക്ക് ഹാജത്തുണ്ടാകുക എന്ന് പറഞ്ഞാലും അല്ലാഹു തആല മുസ്തഗ്നിയാണ് എന്ന് പറയുന്ന ഖിയാമും ബിന്നഫ്സ് എന്ന സിഫത്തിന്റെ എതിരാണ്. സ്വയം നിലനിൽക്കണം, അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ആകാശത്തിന്റെയോ അതല്ലെങ്കിൽ ഒരു അർശിന്റെയോ മറ്റെന്തെങ്കിലും ഒരു മക്കാനിന്റെയോ ആവശ്യമില്ല. അല്ല, അല്ലാഹു തആല ഇങ്ങനെ ഏതോ ഒരു മക്കാനിൽ ഹുലൂൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു ഹാജത്തുള്ളവനാണെന്നും ഹാജത്തുള്ളതെല്ലാം ഹാദിസാണെന്നും അല്ലാഹു തആല ഹാദിസാണ് എന്നും പറയുന്ന വാദത്തിലേക്ക് എത്തും. അല്ലാഹു തആല വാജിബുൽ വുജൂദും ഖദീമുൽ വുജൂബാണ് എന്ന് പഠിച്ചു വന്നാൽ പിന്നെ അല്ലാഹു തആല ഒരു മക്കാനിൽ ഹുലൂൽ ചെയ്തു, ഇത് വലിയ അപകടമുള്ളതാണ്. അതാ നമ്മളെ ചില സാധുക്കൾ വരെ അബദ്ധവശാൽ അങ്ങനെ പറഞ്ഞു പോകുന്നു. ഇർഹമൂ മൻ ഫിൽ അർള് യർഹംകും മൻ ഫിസ് സമാ. പ്രസിദ്ധമായ റഹ്മത്തിന്റെ ഹദീസ. അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ എന്നാണ് ഹദീസിന്റെ തുടക്കം. ഇവിടെ ഇർഹമൂ മൻ ഫിൽ അർള് എന്ന പടപ്പുകളാണ്. ഭൂമുഖത്തുള്ളവർ അവർക്ക് മക്കാനുണ്ട്, അവർ ഹുലൂൽ ചെയ്യുന്നുണ്ട് ഭൂമിയിൽ. എന്നാൽ ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള സൃഷ്ടികൾക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. എന്നാൽ യർഹംകും അതിന്റെ ജസായിട്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമലീന, റഹ്മത്ത് ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ആര്? മൻ ഫിസ് സമാ. അവിടെ ഒരുവിധം ആളുകളൊക്കെ പറഞ്ഞു ചാടുകയാണ്. എന്ത്? ആകാശത്തുള്ളവൻ. അപ്പൊ അല്ലാഹു തആലാക്ക് ആകാശം എന്ന് പറയുന്ന മക്കാനുണ്ട് എന്നാ? അല്ലാഹു തആല ആകാശം എന്ന് പറയുന്ന മക്കാനിൽ ഹുലൂൽ ചെയ്തു എന്നാ? ഒരിക്കലുമല്ല, ഹാസാവക്കല്ല. അള്ളാഹുവിനെ പറ്റി അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അല്ലാഹു തആല ആകാശം എന്നാലും ഭൂമി എന്നാലും അർശ് എന്നാലും കുർസ് എന്നാലും ഒക്കെ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. ഒരു മഖ്ലൂഖിലേക്കും ഇഹ്തിയാജില്ലാത്ത വലിയ മുത്തലക്കാണ്. അപ്പൊ പിന്നെന്താ അതിന്റെ അർത്ഥം? ആകാശത്തിന്റെ അധിപൻ, അധികാരി, അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ. അതായത് റഹ്മത്ത് മുഗൾ ലോകത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് അള്ളാഹു ഇറക്കുകയാണ്. അപ്പൊ ഈ റഹ്മത്തിന്റെ സ്ഥലം ആകാശമാണ്. അതുകൊണ്ടാണ് ദ്വാരക്കുമ്പോഴൊക്കെ ആകാശത്തിലേക്ക് കൈയുയർത്തുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട്. അള്ളാഹ് അവിടെ ആയതുകൊണ്ടല്ല. അള്ളാഹു തആലാക്ക് മക്കാനില്ല, മക്കാനിനെ തൊട്ട് മുഖദ്ദസാണ്. മക്കാനിൽ ഹുലൂൽ ചെയ്യുന്നതിന് ഹുലൂല് ത്വറയാനി എന്ന് പറയും. ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു ഒന്ന് ചേരുന്നു. അങ്ങനെ ഹുലൂല് ത്വറയാനിയാവുന്ന മക്കാനിലുള്ള ഹുലൂലിനെ തൊട്ട് അള്ളാഹു മുഖദ്ദസാണ്. അതല്ലെങ്കിൽ വേറൊരു ഹുലൂലുണ്ട്, ഹുലൂല് സറയാൻ. ഹുലൂല് സറയാനിയെ തൊട്ടും രണ്ടു തരം ഹുലൂലാണ്. ഹുലൂല് ത്വറയാനി, തോവുണ്ട്. മറ്റൊന്ന് ഹുലൂല് സറയാൻ. ഹുലൂല് ത്വറയാനി നേരത്തെ നമ്മൾ പറഞ്ഞേക്ക്, ചായ ഗ്ലാസ്സിൽ പാരുന്നു. അപ്പൊ ഈ ചായ ഗ്ലാസ്സിൽ ഹുലൂൽ ചെയ്തു, എങ്ങനെ? ത്വറയാനിയായ. എന്നാൽ ഗ്ലാസിന്റെ അജ്സാന്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല, പക്ഷെ ഗ്ലാസ്സിലാണ് നിൽക്കുന്നത് മാത്രം. മക്കാനെ സ്വീകരിക്കുന്നു. ഹുലൂല് സറയാൻ അങ്ങനെയല്ല, അതിന്റെ എല്ലാ അജ്സാകളിലും പ്രവേശിച്ച് വ്യാപിച്ചു കിടക്കും.
അതിനാണ് ഹുലൂല് സറയാൻ എന്ന് പറഞ്ഞത്. ഏതുപോലെ ഹുലൂൽ സറയാന്റെ ഉദാഹരണം കസറയാനിൽ മാഇ ഫിൽ ഊദിൽ അഖ്ളർ. ഒരു പച്ച കൊമ്പ് എടുത്ത് നോക്കി നിങ്ങൾ. ആ പച്ച കൊമ്പിന്റെ നീര് അതിന്റെ തൊലിയിലുണ്ട്, അതിന്റെ ഉള്ളിലെ കമ്പിലുണ്ട്, അതിന്റെ ഉള്ളിൽ ചോറുണ്ടെങ്കിൽ അതിലുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ അജ്സാകളിലും വ്യാപിച്ച് കിടക്കുന്ന നിലക്കുള്ള ഹുലൂലിനാണ് ഹുലൂല് സറയാനി എന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിലോ കുർസിയിലോ സമാവാത്തിലോ ഔലിയാക്കന്മാരിലോ അമ്പിയാക്കന്മാരിലോ മശായിഖന്മാരിലോ ആരിലും ഹുലൂൽ ചെയ്യുന്നില്ല. രണ്ടാതി ഹുലൂലും ഇല്ല. ഹുലൂല് തൊറയാനിയും ഇല്ല, ഹുലൂല് സറയാനിയുമില്ല. ചില കള്ളത്തരീക്കത്തുകാരൊക്കെ വാദിക്കുന്നുണ്ട് അള്ളാഹു തആലാന്റെ ദാത്ത് ഹുലൂൽ ചെയ്ത് എന്നല്ലെങ്കിലും അള്ളാഹുവിന്റെ സിഫാത്ത് ഷെയ്ഖിൽ ഹുലൂൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണ സഹിതം പഠിപ്പിക്കുക. ഒരു ഇരുമ്പ് തണുത്ത സാധന, ഈ ഇരുമ്പിനെ തീ കൊണ്ടുപോയിട്ട് ഊതി 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 ചൂടാക്കുന്നതിനനുസരിച്ച് ആദ്യം ഇരുമ്പ് ചൂടാവും, പിന്നെ ഇരുമ്പ് പഴുത്തു വരും. നല്ലോണം അങ്ങോട്ട് പഴുത്തു കഴിഞ്ഞാൽ ഇരുമ്പ് ഏതാണ് തീ ഏതാണെന്ന് വേർതിരിയാത്ത നിലക്ക് ഈ ഇരുമ്പ് ഈ തീയിന്റെ എല്ലാ സിഫത്തുകളും ഉൾക്കൊള്ളും. തീയുള്ളവിടെ നിന്ന് പുക പൊന്തുണ്ടെങ്കിൽ ഈ ഇരുമ്പും പൊന്തും പുക പൊന്തും. തീ ചൂടും പൊള്ളലും ഉണ്ടെങ്കിൽ ആ ചൂടും പൊള്ളലും ഈ ഇരുമ്പിനും ഉണ്ട്. എന്തെങ്കിലും കരിക്കാൻ തീ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഇരുമ്പ് കൊണ്ടും പറ്റും. ഇങ്ങനെ തീയിന്റെ ഗുണങ്ങളെല്ലാം ഹുലൂൽ ചെയ്ത് ഹുലൂല് സറയാനിയാണ്. ഇതിന്റെ എല്ലാ അജ്സാകളിലും ഇട്ട് വ്യാപിക്കുക. അങ്ങനെ പിന്നെ അള്ളാഹ് ആരാണ് ശൈഖ് ആരാണെന്ന് തിരിച്ചറിയാതാവും. ഇതുപോലെ തീ ഏതാണ് ഇരുമ്പ് ഏതാണെന്ന് തിരിച്ചറിയാതാവും പോലെ. അതൊക്കെ ശുദ്ധ വിദഗ്ധാണ്. കള്ളത്തരീക്കത്ത് എന്ന് പറയുമ്പോ കേൾക്കുമ്പം ദേഷ്യം പിടിക്കും. എന്താ നിങ്ങളെ കാഴ്ചയിൽ എല്ലാം കള്ളത്തരീക്കത്ത്? ഈ ജാതി അഖീദ പേച്ചുകൊണ്ടാ പറയുന്നതേ. അല്ലാഹു തആല ശൈഖിൽ ഹുലൂൽ സറയാനി ചെയ്യുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഷെയ്ഖിന്റെ എല്ലാ അംശത്തിലും ഹുലൂൽ ചെയ്ത് ഷെയ്ഖ് ഏതാണ് അള്ള ഏതാണെന്ന് തിരിച്ചറിയാത്ത ഹാഷാവക്കല്ല, ഒരിക്കലും അല്ലാഹു തആല ഹുലൂൽ ചെയ്യുന്നില്ല. ഹുലൂൽ വാദം കുഫ്രിയത്താന്ന് വരെ പറഞ്ഞ അയിമ്മത്തുണ്ട്, ബിദ്അത്ത് ഏതായാലുമാണ്. അപ്പൊ ഈ രണ്ട് ഹുലൂലിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുനസ്സഹും മുഖദ്ദസുമാണ്. മാത്രമല്ല വൽ ജിഹത്തി ജിഹാത്തു സിത്തിനെ തൊട്ടും മുഖദ്ദസായവനാണ്. എന്നാ ജിസ്മുകൾക്കാണ് ജിഹാത്തു സിത്ത് ഉണ്ടാകുക, അർന്നിന് പോലും ഇല്ല. ജുസുലായത്തെ ജസ്സകളെ കൊണ്ട് തെർക്കീബ് ചെയ്യപ്പെട്ട മുറക്കബായ ജിർമുകൾക്കാണ് ജിഹാത്തു സിത്ത് ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൗഹറുമല്ല അർന്നുമല്ല, ജൗഹർ കൊണ്ട് തെർക്കീബ് ചെയ്യപ്പെട്ട ജിർമുമല്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാത്തു സിത്തിനെ തൊട്ട് മുഖദ്ദസാണ്. ഫലാ യുഖാലു, അതുകൊണ്ട് തന്നെ പറയാൻ പറ്റൂല ഇന്നഹു ഫൗഖൽ ജിർമി, ഇന്ന ജിർമിന്റെ മേലെയാണ്, വലാ തഹ്തഹു, ഒരു ജിർമിന്റെ താഴെയാണ്, വലാ യമീനഹു, ഒരു ജിർമിന്റെ വലതുവശത്താണ്, വലാ ഷിമാലഹു, ഒരു ജിർമിന്റെ ഇടതുവശത്താണ്, വലാ ഖൽഫഹു, അതിന്റെ പുറകുവശത്താണ്, വലാ അമാമഹു, മുൻവശത്താണ്. ഇങ്ങനെ 6 ഭാഗങ്ങളാണല്ലോ. ഈ 6 ഭാഗങ്ങൾ ജിർമിനാണ്. അള്ളാഹ് ജിർമല്ല, ജിർമിന്റെ അസിലാവുന്ന ജൗഹറുകളുമല്ല, അർന്നുമല്ല. അപ്പൊ പിന്നെ അല്ലാഹു തആല ജിഹാത്ത് സ്വത്തിനെ തൊട്ട് മുഖദ്ദസാണ്. അപ്പൊ അല്ലാഹു തആല മേലോർത്താണ്, അർശിന്റെ മുകളിലാണ്, ഒക്കെ വെഡിത്വം പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖാലഫത്തുൽ ഹവാദിസി ഷർത്ത് പറഞ്ഞു. നമ്മള് അള്ളാഹിന്റെ സിഫത്തുകളിൽപ്പെട്ട വാജിബായ സിഫത്താണ് മുഖാലഫത്തുൽ ഹവാദിസി. ജിർമിന്റെ ആറാലൊരു ജിഹത്തിൽ വരുമ്പോൾ അതും ഒരു ജിർമായിരിക്കണം. അപ്പൊ അല്ലാഹു തആല ജിർമാണ് എന്ന് പറയുന്ന അബദ്ധത്തിലേക്ക് ചെന്ന് അത് ചാടും. മാത്രമല്ല മുനസ്സഹുൻ അനിൽ ഇത്തിസാലി, അല്ലാഹു തആല പലതും കൂടിച്ചേർന്നതാണ് എന്നുമില്ല. ദാത്തിൽ ഇത്തിസാല് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശരീരങ്ങളൊക്കെ പല നിലക്ക് ഇത്തിസാലല്ലേ. ശരീരത്തിന്റെ അംശങ്ങൾ പരിശോധിച്ചാൽ എന്തൊക്കെ സാധനങ്ങളാ? അഗ്നി, ജലം, മണ്ണ്, വായു, ഇതൊക്കെ കൂടെ കൂടിയതല്ലേ ശരീരം. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കൂടിച്ചേർന്നൊരു മുറക്കമല്ല. അപ്പോ ഇത്തിസാല് ഫിദ്ദാത്ത് അല്ല, അല്ലെങ്കിൽ ഇത്തിസാല് ബിൽ ഗൈർ അതുമില്ല. എന്ന് പറഞ്ഞാൽ ഫലൈസ മുത്തസിലൻ ബിൽ ആലമി ബിഹൈസു യകൂന ഹാലൻ
ഔ സാരിയൻ ഫിഹി. നേരത്തെ പറഞ്ഞേക്കൻ അല്ലാഹു തആല ആലത്തിന്റെ ഏത് ജോലിയിലും ഹുലൂല് പറയാനും ചെയ്യുന്നില്ല, ഹുലൂല് സറയാനും ചെയ്യുന്നില്ല. മറ്റേ അങ്ങനെയല്ല, ദാത്ത് പലത് കൂടി, ദാത്തിൽ ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ പലത് കൂടി ചേർന്നിട്ടുള്ളതല്ല. നമ്മളൊക്കെ ശരീരങ്ങൾ പലത് കൂടി ചേർന്നിട്ടുള്ള മുറക്കബുകളാണ്. എന്നാൽ ഇത്തിസാലിനെ തൊട്ട് മുറക്കന്ന് മാത്രമല്ല, ഇൻഫിസാലി മുൻഫസിലാണോ, ഒന്നൊന്നിൽ വേറിഞ്ഞിട്ടാണോ, അതുമല്ല. അതൊക്കെ ഒരു ജിസ്മിനെ മറ്റൊരു ജിസ്മിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോണ്ടാണെന്ന്. ഇത് മറ്റേനോട് മുത്തസിലാണ്, മറ്റേ ഇതിൽ നിന്ന് മുൻഫസിലാണെന്ന് പറയുന്നത്. ഒരു ജിർമ് മറ്റൊരു ജിർമിനെ തൊട്ട് വേർതിരിക്കുന്ന അടയാളങ്ങൾ. അള്ളാഹു തആല ജിർമല്ല, ജൗഹറുമല്ല, അർളുമല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അതൊക്കെ. പക്ഷേ അള്ളാഹുവിന്റെ തഖ്ദീസാത്തുകൾ തഫ്സീലാക്കണം. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അഖീദ പറയുന്ന അതാണല്ലോ. അല്ലാതെ ആ പറഞ്ഞതിൽ നിന്നിട്ട് തന്നെ മനസ്സിലാവും, എങ്കിലും അത് തഫ്സീലാക്കാം അള്ളാഹുവിന്റെ തഖ്ദീസുകൾ. ആകെ ചുരുക്കി പറഞ്ഞാൽ ഫലാ യുഖാലു, പറയാൻ പാടില്ല, ഇന്നഹു തആല, അള്ളാഹു തമ്പുരാൻ, മുത്തസിലും ബിൽ ആലമി, ഈ ആലം എന്ന് പറയുന്ന മാസിവൽ ബാരിയാവുന്ന ആലമിനോട് മുത്തസിലല്ല, വല മുൻഫസിലുൻ, അള്ളാഹുവിനെ തൊട്ട് മുൻഫസിലും അല്ല. ഇത്തിസാലി ഇൻഫിസാലി എന്നൊക്കെ പറയുന്നത് ഹവാദിസുകളുടെ ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായ പുതുതായ വസ്തുക്കളുടെ തെർക്കീബുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒന്നൊന്നിനോട് മുത്തസിലാണ്, ഒന്ന് മറ്റൊന്നിനോട് മുൻഫസിലാണ് എന്ന് പറയുന്നത് രണ്ടും. അപ്പൊ പിന്നെ ഒരു സംശയമുണ്ട്, ഇത്തിസാലും ഇല്ല ഇൻഫിസാലും ഇല്ല. ഇത്തിസാലും ഇൻഫിസാലും ഉണ്ടായിരുന്നത് ഈ ജർമ്മനി മാത്രമുള്ളതാണ്. അള്ളാഹു ജിർമല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിസാലും ഇല്ല ഇൻഫിസാലും ഇല്ല എന്ന് വന്നു. അത് വേറെ വിഷയം. എന്തുകൊണ്ടില്ല? അന്നഹാദിഹിൽ ഉമൂറ, ഏത് ഹുലൂല്, രണ്ട് തരത്തിലുള്ള ഹുലൂലായാലും ജിഹത്ത് ഉണ്ടായാലും ഇത്തിസാല് വിദാത്ത് ഉണ്ടായാലും ഇത്തിസാല് ബിൽഗൈർ ഉണ്ടായാലും ഇൻഫിസാൽ ഉണ്ടായാലും ഈ പറയപ്പെടുന്നതൊക്കെ എന്താണ്? മിൻ സിഫാത്തിൽ ഹവാദിസി, ഇല്ലായ്മയിൽ നിന്നുണ്ടായ മുംകിനാത്തുകളുടെ സിഫത്താണ്. അത് അള്ളാഹ്ക്ക് പറയാൻ പറ്റൂല. വല്ലാഹു ലൈസ ബിഹാദിസിൻ, നമ്മൾ നേരത്തെ പറഞ്ഞു പോയില്ലേ. അള്ളാഹു വാജിബുൽ വുജൂദാണ് പറഞ്ഞപ്പോ, വാജിബുൽ വുജൂദായ അള്ളാഹു തആല ഖദീമല്ലേ, ഹാദിസ് അല്ലല്ലോ. ഈ പറയുന്നതൊക്കെ ഹാദിസായ മുംകിനാത്തിന്റെ സിഫത്തുകളാ. മാത്രമല്ല, ഇതൊന്നും താരതമ്യം ചെയ്യാൻ അള്ളാഹുവിന്റെ കൊള്ള ചേർത്ത് നോക്കുമ്പം താരതമ്യം ചെയ്യാൻ തന്നെ ഇല്ല. അത് അവക്കത്തെ കദ്ദമ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അന്നൽ ആലമ, മൊത്തം ആലം, മാസിവൽ ബാരിയാവുന്ന ആകാശവും ഭൂമിയും ആറ്റം തൊട്ട് ഗാലക്സി വരെയുള്ള ചെറുതും വലുതും താഴുള്ളതും മോളുള്ളതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ മൊത്തം ഈ ആലം ആകെ നോക്കുമ്പോൾ സംഗതി വൈനഅ്ളമ ഫീ നഫ്സി, സ്വയം നിരീക്ഷിക്കുമ്പോൾ അത് വലിയൊരു പ്രപഞ്ചമാണ്, അറ്റമില്ലാന്ന് നമുക്ക് തോന്നും. പക്ഷേ അള്ളാഹുവിന്റെ പ്രകടമായ ഖുദ്റത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവര് എണ്ണാൻ പറ്റുന്ന ഒരു വസ്തുവല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഒരു ചെറിയ ചള്ള്, പൂച്ചക്കുട്ടികളൊക്കെ വേണ്ടുണ്ടാണ് ചെറിയ ചാടുന്ന ചെള്ളുണ്ടല്ലോ, അത്ര പോകുന്നൊരു ചെള്ള് ഒരു ആനനെ കൊള്ള ചേർത്തി നോക്കുമ്പോ എന്താ, അത്ര പോലും ഇളാഫത്ത് ചെയ്യാനില്ല. അത് രണ്ടും മഖ്ലൂഖാണ്, അത് മിസാലാക്കല്ല. അള്ളാഹുവിന്റെ അളമത്ത് എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. ആ അളമത്ത് എത്രയാണ് എന്നുള്ള ഖദർ പടപ്പുകൾക്ക് കണക്കാക്കാൻ കഴിയൂല. ആ അളീമുൽ ഖദറായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അളമത്തിലേക്ക് നോക്കുമ്പോൾ ഈ ആലം മൊത്തം കൂട്ടിയാൽ എന്ന് വേണ്ട, ലോകത്തിന്റെ അവസ്ഥ എന്താ? ലോകത്തുള്ള സകലമാന വസ്തുക്കളും എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും ഗാലക്സികളും ഉൾപ്പെടെയുള്ള വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് കുർസിയിൽ വെച്ചാൽ ഒരു മൈതാനിയിൽ ഒരു നാണയത്തിട്ട് വെച്ചത്രയേ ഉള്ളൂ. അപ്പം ആ കുർസി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അങ്ങനത്തെ കുർസി അർശിൽ വെച്ചാൽ ഒരു വലിയ മൈതാനിയിൽ ഒരു നാണയത്തിട്ട് വെച്ചോളൂ. ഇങ്ങനെയുള്ള ഈ അർശും അതിന്റെ താഴെയുള്ളതുമാവുന്ന സകല ചരാചരങ്ങളും കൂട്ടിയാൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് നോക്കുമ്പോ ഒരു ദർറത്തിന്റെ ഖദർ പോലും ഇല്ല. എന്നിട്ട് അതാണോ അള്ളാഹുലേക്ക് താരതമ്യം ചെന്ന്? ഇത്രയും നിസ്സാരമായ ഈ ആലം, ആ ആലത്തിന്റെ മുകളിലാണ്, അതിന്റെ താഴെയാണ്, അതിന്റെ ഇടത്താണ്, അതിന്റെ വലത്താണ്, അതിന്റെ മുന്നിലാണ്, അതിന്റെ പിന്നിലാണ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ അളമത്ത് കൊണ്ട് നോക്കുമ്പോ ഇതിന് ഖദറേ ഇല്ല. പിന്നെ അതിൽ ഹുലൂല് സറയാൻ ചെയ്തത് അല്ലെങ്കിൽ ഹുലൂല് തറയാൻ ചെയ്തത് എന്നൊക്കെ പറയണമെങ്കിൽ അതിന് ഉണ്ടോ ഈ സാധനം? കാരണം ലൈസ ബിശൈ, ഒരു ശരിയായിട്ട് എണ്ണാനില്ല.
എങ്കിൽ ഫകൈഫ യകൂനുൽ അലിയുൽ കബീർ, മഹാനായ അത്യുന്നതനായ റബ്ബ് തആല, അൽ ഗനിയു, നിരാശ്രയനായ, ഒരു വസ്തുവിലേക്കും ആശ്രയമില്ലാത്ത സ്വയം പര്യാപ്തനായ, അൽ ഖദീർ, വേണ്ടുക വെച്ച എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള സർവശക്തനായ അല്ലാഹു തആല എങ്ങനെയാവും ഹാലൻ, ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു മൗജൂദാത്തിൽ ഹുലൂൽ ചെയ്യുകയോ, അല്ലെങ്കിൽ മുത്തസിലൻ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു മൗജൂദാത്തിനോട് മുത്തസിലായി വരികയോ, ഔ മുൻഫസിലൻ, അല്ലെങ്കിൽ അല്ലാഹു തആല മുൻഫസിലായിട്ട് കണക്കാക്കുകയോ, ഫീ ഷൈഇൻ ഹഖീരിൻ ഫഖീരിൻ, വളരെ നിസ്സാരമായതും ഓരോ സെക്കൻഡ് വേണ്ട, ഓരോ മൈക്രോ സെക്കൻഡിലും യജമാനായ റബ്ബിനെ ആശ്രയിച്ചു കൊണ്ടല്ലാതെ നിലനിൽക്കാൻ കഴിവില്ലാത്ത പരാശ്രയ വസ്തുക്കളുമാവുന്ന ഈ ലോകം, സർവശക്തനും മറ്റൊന്നിലേക്കും ആശ്രയമില്ലാത്ത സ്വയം പര്യാപ്തനും കബീറും അലിയുമായ അള്ളാഹുവിനെ ഇലാഫത്ത് ചെയ്യുന്ന, അതിൻ്റെ അടുത്ത് ഇതിന്റെ വലത്ത് ഇതിൽ പറയാന് മറ്റേ പറയാന് എന്നൊക്കെ പറയാം. അത് മുൻ തന്നെയല്ല, ഈ മഖ്ലൂഖാത്ത് മൊത്തം നോക്കുമ്പോൾ മുംകിനല്ലേ, മുംകിന്റെ അസലൊക്കെ അതുമാണ്. പിന്നെ ഒരു മോജിദ്, ഉണ്ടാക്കുന്ന ഒരാള് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുകയും നിലനിർത്തുന്ന ഒരാള് നിലനിർത്തുമ്പോൾ നിലനിൽക്കുകയും ചെയ്യാം. സ്വയം അതിന് നിലനിൽപ്പില്ല. ആലത്തില് ഒന്നിനും ഒരു സെക്കൻഡ് പോലും സ്വയം നിലനിൽപ്പില്ല. ഖല്ലാഖും ഖാദിറുമായ റബ്ബ് തആല നിലനിർത്തുന്നത് കൊണ്ട് നിലനിൽക്കുന്നു, നിലനിർത്തുന്നോടത്തോളം നിലനിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനൊന്നും സ്വയം ഇല്ല. യഥാർത്ഥത്തിൽ അതിന് അതുമാണുള്ളത്. പിന്നെ എങ്ങനെ അള്ളാഹിനെ അതിലേക്ക് ലാഭത്ത് ചെയ്യുന്നു? ഖാലിഫു ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഫിൽ ഹികമി, ലോകപ്രസിദ്ധമായ ഹിക്കമ്, അൽ ഹികമുൽ അത്താഇയ്യ എന്ന് പറയും. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാഹ്, പേര് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഇബ്നു അത്താഉല്ലാഹ്, സാദുലി ഇമാമിന്റെ മുരീദന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്. ഹിക്കമിൽ പറയാം, അയാ അജബ, വല്ലാത്തൊരു ആശ്ചര്യം തന്നെ, ആശ്ചര്യം തന്നെ, ആശ്ചര്യകരം തന്നെ. കൈഫ യൽഹറുൽ വുജൂദ്, ഈ ലോകത്ത് ഏതെങ്കിലും മഖ്ലൂഖാത്തിന്റെ വുജൂദ് എങ്ങനെ വാഹിറാന്ന്, ഫിൽ അദമി, യഥാർത്ഥത്തിൽ അത് അദമിലാണല്ലോ ഉള്ളത്. ഈ ആലം എന്ന് പറയുന്ന മൗജൂദാത്ത് മൊത്തം കൂട്ടിയാൽ ഫീ നഫ്സിഹി, അതിൽ അദമാണ്. പിന്നെ ബി ഗൈരിഹിയാണ് വുജൂദ്, അള്ളാഹു വേണ്ടുക വെച്ചപ്പോൾ വേണ്ടുക വെച്ചത് വാഹിറായി എന്ന് മാത്രം. സ്വയം അതിന് ളുഹൂറില്ല, സ്വയം അതിന് വുജൂദില്ല. അതുമാണ് അതിന്റെ അസല്. മുംകിനാത്തിന്റെ എല്ലാം അസല് അതുമാണ്. ആ അതുമിൽ നിന്നിട്ട് വുജൂദിലേക്ക് ഒരു മൂജിദ് ഈജാദ് ചെയ്യുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ഹാദിസു, ഈ ഹാദിസായ വസ്തുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഹാദിസ് എങ്ങനെ സുബൂത്താവുന്നു? ഖദീമായ റബ്ബിന്റെ കൂടെ. ഖിദം എന്ന സിഫത്ത് അള്ളാഹുവിന് മാത്രമാണ്. ലോകത്ത് ഒരു മഖ്ലൂഖാത്തിനും, അത് അർശ്, കുർസി, ലോഹ തുടങ്ങിയിട്ടുള്ള ഒരു മഖ്ലൂഖിനും ഖിദമില്ല. അതൊക്കെ ഇല്ലായ്മയിൽ നിന്നിട്ട് അള്ളാഹു തആല വേണ്ടുക വെച്ചപ്പോൾ ഉണ്ടായതാണ്. അതിന് സ്വയം വുജൂദില്ല. അപ്പം ഇല്ലായ്മ എന്ന് പറയുന്ന അദമ് സാബിഖായിട്ടുണ്ട്. റബ്ബ് തആല ഇങ്ങനെ റബ്ബിന് അദമ് സാബിഖായിരുന്നു. അവൻ ഖദീമല്ലേ, വാജിബല്ലേ. പിന്നെ ഈ വാജിബായ ഖദീമായ അള്ളാഹുവിന്റെ മഅയ്യത്തിൽ എങ്ങനെ ഈ പറയുന്ന ഹാദിസാത്ത് ഏതെങ്കിലും ഉണ്ടാകും? അതൊക്കെ പിന്നെ അള്ളാഹ് വേണ്ടുക വെച്ചപ്പോൾ ഉണ്ടായിന്ന് മാത്രം. സുബ്ഹാനഹു, അള്ളാഹുവിന്റെ പരിശുദ്ധി ഞാൻ വീണ്ടും വീണ്ടും പുകഴ്ത്തി പറയുന്നു. ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് അർത്ഥമാക്കാൻ പാടില്ല. നമ്മൾ പരിശുദ്ധനാക്കുക, അള്ളാഹു സ്വയം പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധി എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ വാഴ്ത്തുന്നു. അലാ വുജൂബി വുജൂദിഹി, അള്ളാഹുവിന്റെ വുജൂദ് വാജിബാണ് എന്നതിന്റെ മേൽ അറിയിച്ചിരിക്കുന്നു. ആയാത്തുഹു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, ധാരാളം ദൃഷ്ടാന്തങ്ങളിലൂടെ, അനിഷേധ്യമായ ബുർഹാനുകളിലൂടെ അള്ളാഹു ആവുന്ന തമ്പുരാൻ വാജിബുൽ വുജൂദാണ്. കാരണം ഒരു വാജിബുൽ വുജൂദിനോടല്ലാതെ ഒരു മുംകിനായ വസ്തുവിനെ ഈജാദ് ചെയ്യാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ എന്തൊരു ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുല് വരും. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുല് വരും. ദൗറ് മുഹാലാണ്, തസൽസുൽ മുഹാലാണ്. അപ്പൊ മുഹാലിന് കാരണമാവുന്നതും മുഹാലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബായേ തീരൂ. ബാക്കി എല്ലാ വസ്തുക്കളും ഹാദിസുമാണ്. വശഹിദത്ത് ബിവഹദാനിയത്തിഹി,
വാജിബാണെന്ന് ദൃഷ്ടാന്തങ്ങൾ അറിയിച്ചതിന്റെ പുറമെ അള്ളാഹു തമ്പുരാൻ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണ് എന്നതിന് സാക്ഷിയാണ് മസ്നൂഅത്തുഹു, അവന്റെ ഈ പടപ്പുകളാവുന്ന മഖ്ലൂഖാത്തുകളൊക്കെ. പണ്ട് പറഞ്ഞ് വഫീ കുല്ലി ദർറാത്തിൽ വുജൂദി ശവാഹിദു അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറു. ഓരോ ആറ്റത്തിലും ഖാലിഖാവുന്ന റബ്ബ് തആലാന്റെ എല്ലാവിധ തഖ്ദീസുകളുടെയും അവന്റെ കമാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും വഹ്ദാനിയത്തിന്റെ പ്രത്യേകിച്ചും ദലീലുകളാണ് ഈ വസ്തുക്കളൊക്കെ. എന്താ തമാനുവിന്റെ ദലീൽ പണ്ട് നമ്മൾ പറഞ്ഞില്ലേ? തമാനുവിന്റെ ദലീൽ തവാറുദിന്റെ ദലീലും പറഞ്ഞു. വസ്തബ സംഗതി അങ്ങനെയാണെങ്കിലും വസ്തബഹൽ അംറു, പക്ഷെ ഈ വിഷയം തെറ്റിദ്ധരിച്ചു പോയി. അള്ളാഹുവിന്റെ വഹദാനിയത്ത് ദാത്തില് അല്ലെങ്കിൽ സിഫത്തില് അല്ലെങ്കിൽ അഫ്ആലില് മൂന്നാലൊന്നിലുള്ള വഹദാനിയത്തിനെ പറ്റി ചിലർക്ക് തെറ്റിദ്ധാരണ വന്നു. എന്താ കാരണം? ഓലെപ്പോഴും നോക്കണ വുഖൂഫമാലുമോരി രാജിയ ആദത്തുലില്ലാഹിൽ രാജിയത്താവുന്ന സബബിലേക്ക് നോക്കിയിട്ട് മുസബ്ബിബിനെ കാണാതെ സബബിലേക്കാണോ നോക്കുന്നത്. അങ്ങനെ പേച്ചുവേതാ തന്നെയല്ല. ഖുർആന്റെയും സുന്നത്ത് അതാ ആണ് എന്ത് പറഞ്ഞത് നുസൂസ് ശർഇയ്യാണ്. ചില ഖുർആൻ ആയത്തുകളും ചില ഹദീസ് ഷരീഫുകളും അതിന്റെ ബാഹ്യാർത്ഥം നോക്കുമ്പോൾ തെറ്റിദ്ധരിച്ചതാണ്. അതിനാണ് നമ്മൾ മറ്റേ മുത്തശാബിഹ ആയത്ത് എന്നും മുത്തശാബിഹ ഹദീസ് എന്നും പറയുന്നത്. ഹദീസുകളിലും ഉണ്ട് അള്ളാഹുവിന്റെ മുത്തശാബിഹ സിഫാത്തുകൾ ഉൾക്കൊള്ളുന്നത്, ആയാത്ത് ഖുർആനിയത്തിലും ഉണ്ട് മുത്തശാബിഹ സിഫാത്ത്. അവിടെ തെറ്റിദ്ധരിച്ചു പോയത് അതിന്റെ വാഹിർമായ മുറാദാണെന്ന് ഉദ്ദേശിച്ചതാണ് പേച്ച്. ഫഖാല ഖൗമുൻ, ഈ തെറ്റിദ്ധരിച്ച മുബ്തദിയത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുഫാറുകളിൽപ്പെട്ട ഒരു കൂട്ടർ പറഞ്ഞു ബിൽ ജിഹത്തി, അല്ലാഹു തആല അർശിന്റെ മുകളിലാണ്. അപ്പൊ മക്കാനും വന്ന് ജത്തും വന്നു. അർശ് അല്ലാഹുവിന്റെ ചോട്ടിലാണ്, അതിന്റെ മുകളിലാണ് അല്ലാഹു തആല. അപ്പൊ അല്ലാഹു തആല ഹുലൂൽ ചെയ്തു എന്നും വന്നു, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ജിഹത്തുണ്ട് എന്നും വന്നു. വഖാല ആഖറൂന, വേറെ ചില മുബ്തദിയത്ത് പറഞ്ഞു അല്ലാഹു തആല ജിസ്മാണ്. രണ്ട് പറഞ്ഞാലും ജിഹത്തുണ്ട് എന്ന് പറഞ്ഞാലും ജിസ്മുണ്ട് എന്ന് പറഞ്ഞാലും എൽസമുമിൻഹുമാ, ഈ ജിഹത്ത് ജിസ്മ് പറയുന്നതിനാൽ ലാസിമായി അനിവാര്യമായും അൽ ഹുലൂലു വൽ ഇത്തിസാലു അവിൽ ഇൻഫിസാലു. ഹുലൂൽ ഏതായാലും വരും, അതിന്റെ പുറമെ ഒന്നിരിക്കൽ ഇത്തിസാല് വേണം അല്ലെങ്കിൽ ഇൻഫിസാല് വേണം. ഇതൊക്കെ ലാഹിറിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയാണ്. അല്ലാഹു തആല അവന്റെ മഖ്ലൂഖാത്താവുന്ന ഏതെങ്കിലും ഒരു മഖ്ലൂഖിൽ ഹുലൂൽ ചെയ്യുന്നതിന് തൊട്ടോ ഇത്തിസാൽ ചെയ്യുന്നതിന് തൊട്ടോ ഇൻഫിസാൽ ചെയ്യുന്നതിന് തൊട്ടോ മുഖദ്ദസായവരാണ്. അതൊക്കെ ജിസ്മുകളുടെ ജിർമുകളുടെ ഖുസൂസിയത്താണ്. അങ്ങനെ വന്ന അല്ലാഹു തആല ഹദീസാണെന്നും മഖ്ലൂഖാണെന്നും ജിസ്മാണെന്നും ഒക്കെ പറയേണ്ടി വരും. എന്നാൽ ഇങ്ങനെയുള്ള ചില ഹദീസുകൾ ആയത്തുകൾ കണ്ട് തെറ്റിദ്ധരിക്കണ്ടല്ലോ, അതിനെന്താണ് വഴി തെറ്റിദ്ധാരണ മാറ്റാൻ? സലഫിന്റെ ത്വരീഖ് എന്നും ഖലഫിന്റെ ത്വരീഖ് എന്നും രണ്ട് മാർഗമുണ്ട്. ഞാൻ ചുരുക്കം അടുത്ത പാഠത്തിൽ പറയാം. അതായത് ഈ മുത്തശാബിഹായ ആയാത്തുകളിലും മുത്തശാബിഹായ അഹാദീസുകളിലും പറയുന്ന കുറെ സിഫത്തുകളുണ്ട്, മുത്തശാബിഹായ സിഫത്തുകൾ. ഈ സിഫത്തിനെ പറ്റി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് രണ്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു കൂട്ടരെ തള്ളിക്കൊണ്ടല്ല മറ്റൊരു സ്വീകരിച്ചത്, ഒരു കൂട്ടരുടെ സാഹചര്യത്തിൽ ഉള്ള നിലപാട് അവർ സ്വീകരിച്ചു, മറ്റൊരു സാഹചര്യത്തിലുള്ള നിലപാട് മറ്റൊരു സ്വീകരിച്ചു. അങ്ങനെ സലഫിന്റെ നിലപാട് ഖലഫിന്റെ നിലപാട് രണ്ടും ഒന്നാണ്. പക്ഷേ സലഫിന്റെ സാഹചര്യം വേറെയാണ്, ഖലഫിന്റെ സാഹചര്യം വേറെയാണ്. സലഫിന്റെ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സലഫ് സ്വീകരിച്ചു, ഖലഫിന്റെ സാഹചര്യത്തിൽ ആവശ്യമായ നിലപാട് അവരും സ്വീകരിച്ചു. ഇത് രണ്ടും ഹക്കിന്റെ അരികാര. ഇത് രണ്ടും വിട്ടിട്ട് ഇത്തരം നുസൂസുകൾ ഖുർആൻ ആയാലും ഹദീസാണെങ്കിലും അതിന്റെ ലാഹിർ മാന ലോകത്തിന്റെ ഹഖീഖത്ത് മാനക്ക് ഹംല് ചെയ്യണം എന്ന് പറഞ്ഞ മുബ്തദിയത്ത് വലാലത്തിലാണ്, വഴിവെച്ചവരാണ്. എന്നിട്ട് ഓലാപ്പ സെൽഫികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ഇനി അടുത്ത പാഠത്തിൽ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.